ദുർഗാദേവിയെ ആരാധിക്കാൻ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കുക. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വിഗ്രഹം അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ചിത്രം ഒരു പീഠം ഒരുക്കി അതിൽ വയ്ക്കുക. വിഗ്രഹത്തിന് അഥവാ ചിത്രത്തിന് മുന്നിൽ ദീപവും ധൂപവർഗ്ഗങ്ങളും കത്തിക്കുക. ദേവിക്ക് വഴിപാട് സമർപ്പിക്കുന്നതിനായി പുതിയ പൂക്കളും മധുരപലഹാരങ്ങളും സമർപ്പിക്കുക. നിങ്ങൾക്ക് വിഗ്രഹത്തിൽ കുങ്കുമമോ തിലകമോ പുരട്ടാവുന്നതാണ്. ലളിതവും ശക്തവുമായ ദുർഗാമന്ത്രങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവ 11, 21 അല്ലെങ്കിൽ 108 തവണ ആവർത്തിക്കാം. ലളിതമായ മന്ത്രം ഓം ശ്രീ ദുർഗായേ നമ എന്ന മന്ത്രം ജപിക്കുക. ശക്തമായ മന്ത്രം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. 3 ലോകങ്ങളുടെയും സംരക്ഷകയായ ഹേ ഗൗരി, ഹേ നാരായണി, ഞാൻ നിനക്ക് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ദുർഗ സപ്തശതിയിൽ നിന്നോ ദേവി മഹാത്മ്യത്തിൽ നിന്നോ ഉള്ള ശ്ലോകങ്ങൾ ജപിക്കുന്നത് ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വഴിപാടുകൾക്ക് ശേഷം ദേവിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി ആരതി താലി ഘടികാരദിശയിൽ നീക്കുക. ദുർഗയെ ആഘോഷിക്കുന്ന 9 ദിവസത്തെ ഉത്സവമായ നവരാത്രിയിൽ പൂജ നടത്തുന്നത് വളരെ ശുഭകരമായി കാണപ്പെടുന്നു. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ആരാധനയ്ക്കായി ശുദ്ധമായ അന്തരീക്ഷം നിലനിർത്തുക. ജയ് അംബേ ഗൗരി ആലപിച്ചുകൊണ്ട് വിളക്കോ കർപ്പൂരമോ കത്തിച്ചുകൊണ്ട് ആരതി അർപ്പിച്ച് ആരാധന അവസാനിപ്പിക്കുക. തിന്മയുടെ മേൽ നന്മയുടെ വിജയം. മഹിഷാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തി ദുർഗാദേവി സന്തുലിതാവസ്ഥയും ക്രമവും പുനഃസ്ഥാപിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഉത്സവം. പരമോന്നത ദേവതയായ ആദിപരാശക്തിയുടെ ദിവ്യ സ്ത്രീ ശക്തിയെയും ഇത് ആഘോഷിക്കുന്നു. അനുഗ്രഹം തേടുന്നതിനും ശക്തി നേടുന്നതിനും വ്യക്തിപരവും തൊഴിൽപരവുമായ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുന്നതിനുമായി ഭക്തർ പൂജകൾ നടത്തുന്നു. ഉത്സവം 9 രാത്രികൾ നീണ്ടു നിൽക്കുന്നു. നവരാത്രി എന്നാൽ 9 രാത്രികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. തുടർന്ന് 10-ാം ദിവസം വരുന്നു. ദുർഗയുടെ 9 രൂപങ്ങൾ. ഓരോ ദിവസവും നവദുർഗ എന്നറിയപ്പെടുന്ന ദുർഗയുടെ 9 അവതാരങ്ങളിൽ ഒന്നിനെ സമർപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലുടനീളം ഊർജ്ജസ്വലമായ വസ്ത്രധാരണവും വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളുമായാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ഉത്സവത്തിൻ്റെ അവസാന ദിവസം പര്യവസാനത്തെ അടയാളപ്പെടുത്തുകയും ദുർഗയുടെ ആത്യന്തിക വിജയത്തെ അനുസ്മരിക്കുകയും ചെയ്യുന്നു.